وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. الحمد لله പടച്ച റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർബാറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഡൽഹി എന്ന് പറയുമ്പോൾ പുരാതന മുസ്ലിം കേന്ദ്രമാണ് ഡൽഹി എന്നുള്ളത്. നമുക്കറിയാം, മഹാനായ ഖാജ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇന്ന് ആരെങ്കിലും ഖാജ ഉപ്പാപ്പാൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയോ? നിലനിർത്തണം കേട്ടോ, സ്ഥിരാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖാജ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ രാജ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ദീനി ദഅവത്ത് നടത്തിയത് ഈ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ ഖാജ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്തുമ്പോൾ ആ ഖാജ ഉപ്പാപ്പയെ നിരീക്ഷിക്കാൻ വേണ്ടി 100-ലധികം പട്ടാളക്കാരെ ഭരണാധികാരി നിയമിച്ചിരുന്നു എന്നാണ്. അന്നും ഖാജ ഉപ്പാപ്പയുടെ കൂടെ ആരുണ്ട്? ബഖ്തിയാർ ഖാഖി ദഹ്ലവി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഖാജ ഉപ്പാപ്പ 41 ആളുകളുമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിലേക്ക് എന്തായിട്ടുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹാനാണ് മഹാനായ ബഖ്തിയാർ ഖാഖി ദഹ്ലവി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ പറ്റി ചരിത്രം കാണുന്നത് ഹിജ്റ 569 മഹാനവറുകൾ ജനിക്കുന്നത്. ക്രിസ്തു വർഷം 1171 മഹാനവറുകളുടെ ജനനം. മഹാനായ മൂസ ഇബ്നു കമാലുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായി കൊണ്ടാണ് മഹാനായ ബഖ്തിയാർ ഖാഖി ദഹ്ലവി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മഹാനവറുകൾക്ക് നമുക്കറിയപ്പെടുന്ന പേര് ബഖ്തിയാർ എന്നാണ്. ബഖ്തിയാർ എന്ന പേര് മഹാനവറുകൾക്ക് വിളിച്ചത് മഹാനായ ഖാജ ഉപ്പാപ്പ മഹാനവറുകളെ വിളിക്കുന്ന പേരായിരുന്നു ബഖ്തിയാർ എന്നുള്ളത്. ബഖ്തിയാർ ഖാഖി ദഹ്ലവി എന്ന മഹാനാണ്. ചെറുപ്പത്തിൽ പിതാവ് മരണപ്പെടുകയും പിന്നെ മാതാവിൻ്റെ സംരക്ഷണത്തിലായിക്കൊണ്ടാണ് കുഞ്ഞു വളരുന്നത്. ഞാൻ പോന്നപ്പോൾ തമാശ രൂപേണ ആരോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടുന്ന പഠനം ഏത് പഠനമാണ്? സന്താന പരിപാലനമാണ് ഞാൻ പറഞ്ഞു അല്ലേ. ആ സന്താന പരിപാലനം എന്ന ആ ഒരു പഠനം, ആ ഒരു കോഴ്സ് ബഖ്തിയാർ ഉപ്പാപ്പയുടെ ഉമ്മ പഠിച്ചതുകൊണ്ട് ബഖ്തിയാർ ഉപ്പാപ്പയെ പൂർണ്ണമായും ദീനി ചിട്ടയിൽ വളർത്താൻ ഉമ്മാക്ക് കഴിഞ്ഞു. 4-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി മഹാനവറുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. 4-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. പിന്നീട് പ്രഗത്ഭരായ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ മഹാനവറുകൾ ദീനി വിജ്ഞാനം കരസ്ഥമാക്കി. ശേഷം ഖാജ ഉപ്പാപ്പയോടൊപ്പം കൂടുകയാണ്. അവിടുത്തെ പ്രധാന ശിഷ്യനായി മാറുകയാണ്. ഖാജ ഉപ്പാപ്പ ഡൽഹിയിൽ വന്ന് ദീനി പ്രബോധനം നടത്തുമ്പോൾ അവിടുത്തെ എല്ലാമായി പിന്നാലെ നിഴലായി നടന്നിരുന്നത് ചരിത്രത്തിൽ പറയുന്നത് ഖാജ ഉപ്പാപ്പയുടെ വളർത്തുപുത്രൻ എന്നാണ്. ഖാജ ഉപ്പാപ്പയുടെ ചരിത്രം പറഞ്ഞെടുത്ത് പറഞ്ഞു ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ഖാജ ഉപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ആത്മീയ നേതൃത്വത്തിൽ കൊണ്ടുവന്ന മഹാനാണ്. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു വളർത്തുപുത്രൻ എന്ന രൂപത്തിലാണോ ഖാജ ഉപ്പാപ്പ എന്തായിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. ആ ഖാജ ഉപ്പാപ്പയുടെ വളർത്തുപുത്രൻ എന്ന രൂപത്തിലും എന്ന പേരിലുമൊക്കെയാണ് മഹാനായ ഇവിടെ കിടക്കുന്ന ബഖ്തിയാർ ഖാഖി ദഹ്ലവി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. മഹാനവറുകൾ ചെറുപ്പത്തിലെ ദീനി വിജ്ഞാനത്തിലും അപാര ബുദ്ധിക്കും ഉടമയായിരുന്നു. അങ്ങനെ ഖാജ ഉപ്പാപ്പയോടൊപ്പം വരുന്ന സമയത്തു ഇവിടെ പ്രബോധനം നടത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ഖാജ ഉപ്പാപ്പക്ക് കിട്ടുന്നു, നിങ്ങൾ എവിടേക്കല്ല അജ്മീറിലേക്ക് പോകണം. ഈ വാർത്ത കേട്ടതോടുകൂടെ ജനങ്ങളാകെ ഇളകി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇളകി. പോകാൻ പറ്റൂല, ഞങ്ങളെ വിട്ടുകൊണ്ട് എന്താകാൻ പറ്റൂല. അങ്ങനെ ഖാജ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊന്നോമന ശിഷ്യൻ, അവിടുത്തെ പൊന്നോമനയായി വളർത്തിയ ബഖ്തിയാർ ഖാഖി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് ഖാജ ഉപ്പാപ്പ അജ്മീറിലേക്ക് പോകുന്നു.
പിന്നെ ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ബക്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ആണ്. കാക്കി എന്ന് മഹാനുകൾക്ക് കിട്ടിയ ഓമന പേരാണ്. ആ പേര് വരാനുള്ള കാരണം പലതും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 1-2 ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു ദിവസം ഒരു ഹൗലിൻ്റെ ഒരു കുളത്തിൻ്റെ പരിസരത്ത്, ഹൗലോ കുളോ ഒന്നിൻ്റെ പരിസരത്ത് ബക്തിയാർ ഉപ്പാപ്പയും ശിഷ്യന്മാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കുളിരുള്ള തണുപ്പുള്ള കാറ്റിങ്ങനെ അടിച്ചു വീശിയെന്നാണ്. ഈ കാറ്റ് അടിച്ചു വീശിയപ്പോൾ ശിഷ്യന്മാർക്ക് ഇങ്ങനെ മനസ്സിൽ ചൂട് ചായ കിട്ടിയാൽ തിരക്കുള്ള നമുക്ക് തോന്നും അല്ലേ? അങ്ങനത്തെ തോന്നുന്നില്ല. നല്ല ചൂടുള്ള ചായ കിട്ടിയാൽ തിരക്കുള്ള തോന്നുന്ന പോലെ ശിഷ്യന്മാർക്ക് തോന്നിയത് നല്ല ചൂടുള്ള കേക്ക് കിട്ടിയാൽ എത്ര റാഹത്തായിരുന്നു എന്നാണ് ചരിത്രത്തിൽ വായിക്കപ്പെടുന്നത്. മഹാനവകൾ ആ സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ ചൂടുള്ള കേക്ക് കൊടുത്തു. അത് എങ്ങനെ കൊടുത്തു എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട അഭിപ്രായം മഹാനുകൾ കുളത്തിലേക്ക് അങ്ങ് മുങ്ങിയെന്നാണ്. മുമ്പുണ്ടായിരുന്ന ആ വെള്ളക്കിട്ടേക്ക് മുങ്ങിയിട്ട് അതിൽ നിന്ന് കേക്കെടുത്ത് ശിഷ്യന്മാർക്കൊക്കെ കൊടുത്തു എന്ന് ചരിത്രത്തിൽ വായിക്കപ്പെടുന്നു. മറ്റൊരു അഭിപ്രായം പറയുന്നത് പാവങ്ങൾ നല്ലോണം സഹായിച്ചൊരു മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിൽ പാവപ്പെട്ട സാധുക്കളായ ആളുകൾ തങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു ബക്തിയാർ ഉപ്പാപ്പിയുടെ ചാരത്തേക്ക് വന്നാൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ബിസ്ക്കറ്റുകൾ അവർക്ക് നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെയും എന്താണ് കഅക്ക് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നതിന് അർത്ഥമുണ്ടല്ലോ, അങ്ങനെ ആ പേര് വന്നു എന്നും ചരിത്രത്തിലുണ്ട്. ഏതായാലും ഇവിടെ ദീനി പ്രബോധന ആത്മീയ മേഖലയിൽ മുന്നോട്ട് ഗതിക്കുകയാണ്. രാജാഭരണാധികാരി അടുത്ത് മഹാനായ ബക്തിയാർ ഉപ്പാപ്പാക്ക് ഭയങ്കര സ്ഥാനമാണ്. ആ സമയത്ത് ആ സ്ഥാനം വന്നപ്പോൾ കൂടെയുള്ള ചില ആളുകൾക്ക് ഒരു അസൂയായി. ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കരമായ സ്ഥാനമാണ്. ഇങ്ങനെ സ്ഥാനം വന്നപ്പോൾ ഭരണാധികാരിയെ ചില ആളുകൾ സ്വാധീനിക്കുകയാണ്. എങ്ങനെ സ്വാധീനിച്ചിട്ടും ബക്തിയാർ ഉപ്പാപ്പയെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. ഈ വിവരമൊന്നും ആരറിയുന്നില്ല, ബക്തിയാർ ഉപ്പാപ്പ അറിയുന്നില്ല. അങ്ങനെ യഥാ ശത്രുക്കെല്ലാവരും കൂടിയിട്ടോ മഹാനവറുകളെ ചതിയിൽ പെടുത്താനുള്ള പണികൾ നോക്കുന്നു. അങ്ങനെ അവർ ചട്ടം കൂടിയിട്ടോ ഒരു പെണ്ണിനെ കണ്ടെത്തുകയാണ്. വേശ്യ പെണ്ണിന് വ്യഭിചാരിയായ ഒരു പെണ്ണിനെ കണ്ടെത്തുകയാണ്. ആ വ്യഭിചാരിയായ പെണ്ണിന് ഒരുപാട് സംവാദങ്ങൾ വാഗ്ദാനം നൽകിക്കൊണ്ട് പറയുന്നു, നിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞോ ബക്തിയാർ എന്നിവിടെ കുഞ്ഞാണെന്ന് നീ പറയണം, എന്നാൽ കിന്നാലിന് വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു. അങ്ങനെ രാജകൊട്ടാരത്തിൽ ഒരു മന്ത്രി ആ പെണ്ണുമായി വ്യഭിചരിക്കുകയാണ്. ആ വ്യഭിചാരത്തിലൂടെ ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. ഗർഭിണിയായതോടു കൂടെ നാട്ടിലാകെ പ്രചരണമായി ഈ പെണ്ണിനെ ബക്തിയാർ എന്നവർ ബക്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ മാന്യനായി നടക്കുന്നു, ഉള്ളിലൂടെ മറ്റൊരു സ്വഭാവം എടുക്കുന്നു എന്ന പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ പെണ്ണ് പ്രസവിക്കുന്നു. കേസ് രാജാവിൻ്റെ മുമ്പിലെത്തുന്നു. ബക്തിയാർ ഉപ്പാപ്പാക്ക് പ്രതികൂലമായിട്ടാണ് സാക്ഷികളുള്ളത്, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിട്ടാണുള്ളത്. പക്ഷേ അങ്ങനെ കോടതിക്ക് മുമ്പ് ചോദിക്കുമ്പോൾ ബക്തിയാർ ഉപ്പാപ്പാക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ വരികയാണ്. ആ സമയത്തതാ ഹാജാ ഉപ്പാപ്പയുടെ ചാരത്ത് വിവരം കൊടുക്കുന്നു. ഹാജാ ഉപ്പാപ്പ വിവരം പറയുന്നു. കാരണം ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരു ഭാഗം ജനങ്ങൾ മുഴുവനും ബക്തിയാർ ഉപ്പാപ്പാൻ്റെ കൂടെയാണ്, മറ്റൊരു വിഭാഗം പ്രതിപക്ഷത്തിൻ്റെ കൂടെയാണ്. ബക്തിയാർ ഉപ്പാപ്പാൻ്റെ കൂടെ കൂടിയ ആളുകൾ എന്തു തന്നെ വന്നാലും ബക്തിയാർ തങ്ങളത് ചെയ്യൂല, അവിടുത്തത് സംഭവിക്കൂല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അതാ ഹാജാ ഉപ്പാപ്പ വിവരം പറയുന്നു. വിവരമറിയുമ്പോൾ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണാധികാരിയോട് പറയുന്നു, ആ കേസ് തൽക്കാലം കോടതിയിൽ ഇപ്പോൾ എടുക്കാൻ പാടില്ല, കേസ് തൽക്കാലം മാറ്റിവെക്കണം. ആ കേസ് തീരുമാനിക്കാൻ അതിന് ബക്തിയാർ ഉപ്പാപ്പാക്ക് വേണ്ടി വാദിക്കാൻ വക്കീലായിട്ട് ഞാൻ കോടതിയിൽ വരുന്നുണ്ട്. ആരാ പറഞ്ഞത്? അജ്മീർ ഹാജാ ഉപ്പാപ്പ അവിടുത്തെ പൊന്നോമന ശിഷ്യനാണ്. ഹാജാ ഉപ്പാപ്പ അങ്ങനെ വളർത്തിയുള്ള ഉണ്ടാവൂലെന്ന് ഹാജാ ഉപ്പാപ്പാക്ക് എന്താകാം? ഇല്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഹാജാ ഉപ്പാപ്പ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്ക് വരികയാണ്.
കേസ് കോടതിയിൽ പരിഗണിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ളവരും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കോടതിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഖാജാ ഉപ്പാപ്പ ആ കോടതിയിലെത്തുന്നു. പ്രതിക്ക് വേണ്ടി മഹാനായ ബഖ്തിയാർ ഉപ്പാപ്പാക്ക് വേണ്ടി സന്നദ്ധനായിക്കൊണ്ട് ജഡ്ജിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ കുഞ്ഞിനോടൊന്ന് ചോദിക്കണം, ആരാണ് പിതാവ് എന്ന്. ആരോട്? ആ ചെറിയ 3 മാസം പ്രായമായ കുഞ്ഞിനോട് ചോദിക്കണമെന്ന് മഹാനായ ഖാജാ ഉപ്പാപ്പയോട് ജഡ്ജി ചോദിക്കുന്നു. ആ കുഞ്ഞെങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കൂ. 3 പ്രാവശ്യം ജഡ്ജി ചോദിച്ചിട്ടും ആ കുഞ്ഞൊരു മറുപടിയും പറഞ്ഞില്ല. അപ്പം ജഡ്ജി പറഞ്ഞില്ല, എന്ത് പൊട്ടത്തരാ നിങ്ങൾ കാണിച്ചത്? 3 വട്ടം ഞാൻ ചോദിച്ചു, കുട്ടിയൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ മഹാനായ ഖാജാ ഉപ്പാപ്പ ആ കുഞ്ഞിൻ്റെ നേരെ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, മോനെ, നിന്റെ ഉപ്പ ആരാണ്? നീ ഉണ്ടാകാൻ കാരണക്കാരനായ വ്യക്തി ആരാണ്? നേരെ ആ രാജാവിൻ്റെ ഭരണാധികാരി മന്ത്രിമാരിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിക്ക് നേരെ കുഞ്ഞങ്ങ് കൈവിരൽ ചൂണ്ടുമ്പോൾ സദസ്സാകെ കോരിത്തരിക്കുകയാണ്. ഭരണപക്ഷത്തുള്ളവരും അനുകൂലികളും പ്രതികൂലികളും അമ്പപ്പെടുകയാണ്. അവസാനം കോടതി വിധിക്കുന്നു, ഇനി ഭക്തിയാർത്ഥങ്ങളെ നിങ്ങളടുത്താണ് വിധിയുള്ളത്. നിങ്ങൾ എന്ത് പറയുന്നോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കാരണം ഒരിക്കലും ആലോചനയിൽ പോലും കൊണ്ടുവരാൻ പറ്റാത്ത മാരകമായൊരു ആരോപണമാണ് നിങ്ങൾക്കെതിരിലോ ഈ സമൂഹം ഉന്നയിച്ചിട്ടുള്ളത്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, അവരെ ശിക്ഷിക്കാൻ നിയമമുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് മഹാനായ ബഖ്തിയാർ ഉപ്പാപ്പയോട് ചോദിക്കുമ്പോൾ ബഖ്തിയാർ ഉപ്പാപ്പ മറുപടി പറയുന്നു, ഞാനെല്ലാം അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു, ഒരാളെയും ശിക്ഷിക്കേണ്ടുന്ന ആവശ്യമില്ല. അതോടുകൂടെ എല്ലാവരും ബഖ്തിയാർ ഉപ്പാപ്പാന്റെ കാലിൽ നിന്ന് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും വലിയൊരു മഹാനാണ് ബഖ്തിയാർ ഉപ്പാപ്പ. ഖാജാ ഉപ്പാപ്പ പൊന്നുമകനെ പോലെ വളർത്തിയെന്ന് മാത്രമല്ല, സുൽത്താനുൽ ഹിന്ദാകുന്ന ഖാജാ ഉപ്പാപ്പയുടെ മകൻ ഫഖ്റുദ്ദീൻ ബാബ സർവാരി റളിയല്ലാഹു അൻഹു, ഓർമ്മയുണ്ടോ? എവിടെയാണെന്നുള്ളത്? എവിടെ? സർവാർ ഷരീഫിൽ വിശ്രമം കൊള്ളുന്ന ഫഖ്റുദ്ദീൻ ബാബ സർവാരി റളിയല്ലാഹു അൻഹുവിനെ ഇൽമ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, വിജ്ഞാനം പഠിപ്പിക്കുന്നതിന് വേണ്ടി, ആത്മീയമായ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഖാജാ ഉപ്പാപ്പ 10,000 വരുന്ന ആലിമുകളിൽ നിന്നും 10,000 വരുന്ന മശായിഖന്മാരെ കൂട്ടത്തിൽ നിന്നും ഖാജാ ഉപ്പാപ്പ തെരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ പൊന്നോമന മകനാകുന്ന ഫഖ്റുദ്ദീൻ എന്നിവരെ മഹാനായ ഖാജാ ഉപ്പാപ്പ തൻ്റെ ശിഷ്യൻ്റെ ഉസ്താദായിട്ട് തിരഞ്ഞെടുത്തത്. നമ്മളെ മക്കളൊക്കെ നമ്മൾ ദർസ് കൊണ്ടുപോയാക്കാനോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഇന്ന് കൂന് മുളച്ച മാതിരിയാണ്. സ്കൂളും കോളേജുകളും ഇഷ്ടം പോലെ തന്നെ. പക്ഷെ ആദ്യം നമ്മൾ ശരിക്കും അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് മികച്ചതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്താകുള്ളൂ എന്ന പോലെ ഖാജാ ഉപ്പാപ്പ അവിടുത്തെ മകനെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ചതിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മഹാൻ കൂടിയാണ് ആര്? ഇവിടെ കിടക്കുന്ന ബഖ്തിയാർ ദഹ്ലവി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല അവിടുത്തെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.